മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാമെന്നാണ്. ദ പെക്യൂലിയാരിറ്റി ഓഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. ക്രോമിയത്തിൻ്റെ സ്ഥിരതയുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1 എന്നാണ്. സാധാരണ നിലയിൽ നമ്മൾ ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ ns2, 2s2, 2p6, 3s2, 3p6, 4s2, 3d4 എന്നായിരിക്കും. എന്നാൽ ഇവിടെ 3d4, 4s2 അഥവാ 4s2, 3d4 എന്നതിന് പകരം നമ്മൾ എഴുതേണ്ടത് 4s1, 3d5 എന്നാണ്. ഇവിടെ ഇതിന് കാരണം ഡി സബ്ഷെല്ലിൽ പരമാവധി 10 ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളുവാൻ കഴിയുന്നത്. അപ്പോൾ ഡി സബ്ഷെല്ലുകൾ പകുതി നിറഞ്ഞതോ പൂർണ്ണമായി നിറഞ്ഞതോ ആയ ക്രമീകരണങ്ങൾക്ക് സ്ഥിരത കൂടുതലാണ്. മറ്റുള്ള ഈ ക്രമീകരണത്തേക്കാൾ സ്ഥിരത കൂടുതലാണ് ഡി സബ്ഷെൽ പകുതി നിറഞ്ഞതായിട്ടുള്ള ക്രമീകരണം. ഒന്നുകിൽ പകുതി നിറഞ്ഞ ക്രമീകരണം അല്ലെങ്കിൽ മുഴുവൻ നിറഞ്ഞതായിട്ടുള്ള ക്രമീകരണം. ദ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർ ഹാഫ് ഫിൽഡ് സബ്ഷെൽസ് ഹാവ് ഡി സബ്ഷെൽസ് ഹാവ് ഹയർ സ്റ്റെബിലിറ്റി. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കോപ്പറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ശരിയായത് ഏതാണെന്ന് കണ്ടെത്താം. ഏതായിരിക്കും? ഇവിടെയാണെങ്കിൽ ഡി സബ്ഷെല്ല് മുഴുവൻ നിറഞ്ഞതാണ്. അപ്പോൾ ശരിയായ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ ഈസ് 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d10 എന്നുള്ളതാണ്. അപ്പോൾ ഇക്കാര്യം ഒന്ന് നോട്ടിൽ കുറിച്ചിടുക. ക്രോമിയം, കോപ്പർ എന്നീ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. നമുക്കൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഒരു ആറ്റത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p6, 3s2 എന്നാണ് എങ്കിൽ താഴെ കൊടുത്തവയ്ക്ക് ഉത്തരം കണ്ടെത്തുക. അപ്പോൾ ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുകളുണ്ട് നമുക്ക് കണ്ടാലറിയാം. നമ്മളൊരു സബ്ഷെല്ലിനെ കാണിക്കുമ്പോൾ 1s എന്നതിൽ ഈ 1 എന്നതാണ് എന്ത് ഷെൽ നമ്പർ. ഇവിടെ 2s, 2p. അപ്പോൾ ഈ 2 കാണിക്കുന്നത് രണ്ടാമത്തെ ഷെല്ലെന്നാണ്. രണ്ടാമത്തെ ഷെല്ലിലെ എസ്, രണ്ടാമത്തെ ഷെല്ലിലെ പി എന്നിങ്ങനെയാണ്. ഇനി 3s മൂന്നാമത്തെ ഷെല്ല്. ഇവിടെ 1, ഈ 2, രണ്ടാമത്തെ 2, 3. ഇത് മൂന്നും കാണിക്കുന്നത് ഷെല്ലിനെയാണ്. അപ്പോൾ ഇവിടെ എത്ര ഷെല്ലുകളുണ്ടാകെ? 3 ഷെല്ലുകളാണുള്ളത്. 3 ഷെല്ലുകളാണ് ഉള്ളത്. ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുകളുണ്ട്? 3. ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകൾ ഏതെല്ലാം? ഒന്നാമത്തെ ഷെല്ല് കെ ഷെല്ലിൽ എസ് എന്ന സബ് ഷെല്ലുണ്ട്. എൽ എന്ന ഷെല്ലിൽ എസ് ഉണ്ട്, പി ഉണ്ട്. പിന്നെ എം എന്ന ഷെല്ലിൽ മൂന്നാമത്തെ ഷെല്ലിൽ ഒരു സബ് ഷെല്ല് മാത്രമേ ഫില്ല് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എസ് മൂന്നാമത്തെ ഷെല്ലിൽ അഥവാ എം ഷെല്ലിൽ എസ്. ഇത്രയും ഷെല്ലുകളാണുള്ളത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത് ഏത് സബ് ഷെല്ലിലാണ്? ഇവിടെ നോക്കുക. 1s2, 2s2, 2p6, 3s2. അപ്പോൾ 3sലാണ് അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത്. 3s. ഇനി ആറ്റത്തിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എങ്ങനെയാണ് കിട്ടുക? നമ്മൾ ആദ്യം നോക്കുക ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 1s2, 2s2, 2p6, 3s2 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുള്ളത്. 4 + 6 10 വരും. 10 + 2 12 എന്ന് വരും. അപ്പോൾ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 12. അറ്റോമിക നമ്പർ എത്രയാണ്? 12. അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ ചുരുക്കി എഴുതാം? അപ്പോൾ നമ്മൾ
ഇവിടെ അറ്റോമിക് നമ്പർ എത്രയാണ് പറഞ്ഞത്? 12 അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ളത് ഏതാണ്? നിയോണാണ്. നിയോൺ ആകുമ്പോൾ അറ്റോമിക് നമ്പർ 10. 10നോട് കൂടെ ഇത്രയും വരുമ്പോൾ എന്താണ്? 10ആയി. ബാക്കി 3s2 ആണുള്ളത്. 10 പിന്നെ 3s2 ആണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ 3s2 നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഇതാണ് സബ്ഷെൽ വിന്യാസം ചുരുക്കി. ഈ ഒരു കാര്യം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയാൽ മതി. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കും എങ്ങനെയാണ് ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് മൂലകത്തിൻ്റെ ബ്ലോക്ക് കണ്ടെത്തുന്നത്. ഹൗ വി ക്യാൻ ഫൈൻഡ് ദ block of an element from their electronic configuration. We know that the periodic table is divided into 4 blocks S, D, P, F അങ്ങനെ 4 ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു മൂലകം അത് ഏത് ബ്ലോക്കിലാണെന്ന് തിരിച്ചറിയുന്നത്? നമ്മൾ ആദ്യം ഏത് മൂലകത്തിൻ്റെ ബ്ലോക്കാണോ അറിയേണ്ടത് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഫസ്റ്റ് റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ദ സബ്ഷെൽ ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇസ് ദ ബ്ലോക്ക്. അപ്പോൾ ഏത് സബ്ഷെല്ലിലാണോ അവസാന ഇലക്ട്രോൺ വന്ന് ചേരുന്നത് അതായിരിക്കും മൂലകത്തിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പട്ടിക 1.8 ഒന്ന് പൂരിപ്പിക്കുക. അറ്റോമിക് നമ്പർ 3, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s1. അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഗോസ് ടു 2s, ബ്ലോക്ക് എസ്. എസ് എന്ന ഒരു സബ്ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ വന്നു ചേർന്നത്. അതുകൊണ്ട് അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് എസ് ആണ്. ഇനി മെഗ്നീഷ്യം അറ്റോമിക് നമ്പർ എന്ത് വരും? 12. അറ്റോമിക് നമ്പർ 12. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2. ലാസ്റ്റ് ഇലക്ട്രോൺ വന്നത് 3sലാണ്. സബ്ഷെൽ എന്ന് പറയുന്നത് എസ്. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ചേർന്നിട്ടുള്ള സബ്ഷെൽ എന്ന് പറയുന്നത് എസ് ആണ്. അതുകൊണ്ട് മൂലകം ഉൾപ്പെടുന്നത് എസ് ബ്ലോക്കിലാണ്. ഇനി നോക്കുക സ്കാൻഡിയം. സ്കാൻഡിയത്തിൽ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 21. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? സ്കാൻഡിയത്തിൻ്റെ 1s2 2s2 2p6 3s2 3p6 4s2 3d1 4s2 3d1. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ വന്നത് 4sലല്ല, പിന്നെ എവിടെയാണ്? 3dയിലാണ്. 4s2 3p6 കഴിഞ്ഞതിന് ശേഷം 4sലേക്കാണ് ഇലക്ട്രോൺ പോയത്. 4s കഴിഞ്ഞതിന് ശേഷമാണ് 3dയിലേക്ക് വന്നത്. സോ ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ടു ദ 3d subshell or d subshell and the block. ബ്ലോക്ക് എന്താണ്? ഏത് ബ്ലോക്കിലാണ് മൂലകം വരുന്നത്? ബ്ലോക്ക് ഡി ബ്ലോക്കാണ്. ഇവിടെ 3dയിലാണ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഡി. ലിഥിയത്തിൻ്റെ അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത് ഏത് സബ്ഷെല്ലിലാണ്? 2s. നൈട്രജനിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടന്നതോ? അത് നിങ്ങളൊന്ന് എഴുതി കൊടുക്കുക. അതൊന്ന് ചെയ്തിട്ട് ഈ പട്ടിക ആദ്യം പൂർത്തിയാക്കുക. അതനുസരിച്ച് അവിടെ ചെയ്യാം. അവസാന ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെല്ലും ആ മൂലകം ഉൾപ്പെട്ട ബ്ലോക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആ മൂലകം ത്തിൻ്റെ അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത് ഏത് സബ്ഷെല്ലിലാണോ അതാണ് അതിൻ്റെ ബ്ലോക്ക്. അപ്പോൾ നിങ്ങളിവിടെ എഴുതേണ്ടത് എന്താണ്? അവസാന ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെല്ലും ബ്ലോക്കും ഒന്ന് തന്നെയായിരിക്കും. അവ തമ്മിലുള്ള ബന്ധമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ദ സബ്ഷെൽ ഇൻ വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഈസ് സെയിം ആസ് ദ ബ്ലോക്ക്. അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളുടെ സബ്ഷെൽ ക്രമത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം എഴുതി ബ്ലോക്ക് കണ്ടെത്തുക. അപ്പോൾ ബെറിലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ? ബെറിലിയം അറ്റോമിക് നമ്പർ 4 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2. The last electron goes to 2s. Last electron goes to 2s block.
ബ്ലോക്ക് എസ് ആണ്. അയൺ 26, അറ്റോമിക് നമ്പർ 26. അപ്പോൾ ഈ മൂലകം ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത് നോക്കുക. ആദ്യം ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഫസ്റ്റ് ഓഫ് ഓൾ വി റൈറ്റ് the subshell electronic configuration, and in which subshell the last electron goes is the block. 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d6. So the element belongs to D block. Element belongs to D block. Next, argon, atomic number 18, subshell electronic configuration 1s2, 2s2, 2p6, 3s2, 3p6. So the last electron enters to the 3p subshell. So the block എന്ന് പറയുന്നത് പി ആണ്. അഥവാ ദ എലമെൻറ്റ് ബിലോങ്സ് ടു പി ബ്ലോക്ക്. 1-2 ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൂലകങ്ങൾ എസ് ബ്ലോക്കിലും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളുള്ളവ പി ബ്ലോക്കിലും 3 മുതൽ 12 വരെ ഗ്രൂപ്പിലുള്ളവ ഡി ബ്ലോക്കിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. എഫ് ബ്ലോക്ക് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൻ്റെ ചുവടെ താഴെ പ്രത്യേക നിരകളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് and second group elements belongs to S block, and group 13 to 18 group belongs to P block, and group 3 to 12 group belongs to D block, and F block elements are placed as a separate block at the bottom of the periodic table. Then how we can find the period and group of an element based on the electronic configuration. ഇനി നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ അടിസ്ഥാനത്തിൽ അഥവാ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു മൂലകത്തിൻ്റെ പീരിയഡ്, ഗ്രൂപ്പ് എന്നിവ തിരിച്ചറിയുന്നതെന്ന് നോക്കാം. ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതിൽ ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണെന്ന് നോക്കുക. അതായിരിക്കും ആ മൂലകത്തിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആർഗൺ 1s2, 2s2, 2p6, 1s2, 2s2, 2p6, 3s2, 3p6. The shell number, largest shell number is 3. So the element belong to third period. 3ാമത്തെ പീരിയഡിലായിരിക്കും ആ മൂലകം ഉണ്ടാവുക. പട്ടിക 1-9 നോക്കുക. ബെറിലിയം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2. ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ 2, പീരിയഡ് നമ്പർ 2. സോഡിയം ലാർജസ്റ്റ് ഷെൽ നമ്പർ 3. So the period number is 3. Potassium largest shell number is 4. പീരിയഡ് നമ്പർ 4. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ സിമ്പിളാണ് പീരിയഡ് കാണുന്നത്. പക്ഷെ പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രോണുകളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ളത് ഏതാണെന്ന് എടുത്തെഴുതരുത്. ഷെൽ നമ്പർ ഏറ്റവും വലുതാണെന്ന് ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കുക, ഒരു എക്സാമ്പിൾ കൊടുക്കുക. അലൂമിനിയം അറ്റോമിക് നമ്പർ 13. ഇവിടെ നോക്കുക, ഇലക്ട്രോൺ വിന്യാസം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s1, 3s2, 3p1 എന്ന് വരും. ഇവിടെ ഏറ്റവും വലിയ ഷെൽ നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. ശരിക്കും ഏറ്റവും വലിയ ഷെൽ നമ്പർ 3 ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണുകളുള്ളത് ഇവിടെ 2pയിലാണ്. 6 ഇലക്ട്രോണുകളാണുള്ളത്. അപ്പോൾ ഈ ഇലക്ട്രോണുകളുടെ എണ്ണവും ഷെൽ നമ്പറും തമ്മിൽ മാറിപ്പോകരുത്. ടെക്സ്റ്റ് ബുക്കിൽ 19ാമത്തെ പേജിൽ പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ സഹായത്തോടു കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പട്ടിക 1-10 ഒന്ന് പൂർത്തിയാക്കി വെക്കുക. ഇനി നിങ്ങൾ എങ്ങനെയാണത് ചെക്ക് ചെയ്യുന്നത്? ഓരോ ലിഥിയം Li ഈ പ്രതീകം വരുന്നത് എവിടെയാണെന്ന് നോക്കുക.
അപ്പോൾ എത്രാമത്തെ ഗ്രൂപ്പിലാണ്? ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കുത്തനെയുള്ള കോളങ്ങളെയാണ് നമ്മൾ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളുമാണുള്ളത്. പീരിയഡ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ലൈനുകൾ, അത് 7 എണ്ണം. പിന്നെ കുത്തനെയുള്ള കോളങ്ങളാണ് ഗ്രൂപ്പ്. ഒന്നാം ഗ്രൂപ്പും രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളും എസ് ബ്ലോക്കിൽ ആണ് വരുന്നത്. ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 elements belongs to എസ് ബ്ലോക്ക്. നോക്കുക, നമുക്ക് രണ്ട് എക്സാമ്പിൾ നോക്കാം. ലിഥിയം അറ്റോമിക് നമ്പർ 3, 1s2 2s2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അവസാന എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. ഗ്രൂപ്പ് നമ്പർ 1. സോഡിയം അറ്റോമിക നമ്പർ 1s2 2s2 2p6 3s1. അവിടെ അവസാന എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. ഗ്രൂപ്പ് നമ്പർ 1 ആണ്. അപ്പോൾ നമുക്കതിന് മനസ്സിലായത് അവസാന എസ് ഇലക്ട്രോണുകളുടെ എണ്ണവും എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പറും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അപ്പോൾ എന്താണ് ആ ബന്ധം നോക്കുക. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ. ഇനി നമുക്ക് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ചില പൊതുവായ സവിശേഷതകൾ നോക്കാം. എസ് ബ്ലോക്ക് മൂലകങ്ങൾ ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾക്കൊള്ളുന്നവയാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണോ സ്വീകരിക്കുകയാണോ ചെയ്യുന്നത്? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഇലക്ട്രോണുകളെ വിട്ട് കൊടുക്കുന്നു. സാധാരണ രൂപീകരിക്കുന്ന ബന്ധനം ഏതായിരിക്കും? ബന്ധനം എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അയോണിക ബന്ധനം, സഹസംയോജക ബന്ധനം തുടങ്ങിയവയൊക്കെ. അയോണിക് ബോണ്ട്, കോവാലൻ ബോണ്ട് എക്സെട്ര. അയോണിക് ബോണ്ട്, അയോണിക. എസ് ബ്ലോക്ക് മൂലകങ്ങൾ സാധാരണയായി അയോണിക സംയുക്തങ്ങളാണ് നിർമ്മിക്കുന്നത്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ എത്ര ഇലക്ട്രോണുകളെയാണ് വിട്ടുകൊടുക്കുന്നത്? ഒരു ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുന്നത്. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളോ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. 1, 2 ഗ്രൂപ്പ് മൂലകങ്ങളെ യഥാക്രമം XY എന്ന പ്രതീകങ്ങൾ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്കവയുടെ എന്ത് ചെയ്യാം? ഓക്സൈഡിൻ്റെ രാസസൂത്രം എഴുതുന്നതാണ് പറയുന്നത്. പട്ടിക 1-11 വളരെ നന്നായി ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എസ് ബ്ലോക്ക് മൂലകങ്ങൾ നിശ്ചിത വാലൻസിയും ഓക്സീകരണാവസ്ഥയും കാണിക്കുന്നു. എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് ലോഹ സ്വഭാവം കൂടുതലാണ്, അയോണീകരണ ഊർജം കുറവ്,